ഈ രാജ്യം എന്നുവരെ ഈ ഒരളവിൽ തുടരും എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഈ ദൈവരാജ്യം ഇങ്ങനെ ഒരു വളർച്ചയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. എന്നാൽ ഈ ആത്മീക ദൈവരാജ്യം കഴിഞ്ഞിട്ട് കൃത്യമായ കാലക്കണക്ക് പറയുവാൻ കഴിയുന്ന, കൃത്യമായ ദിവസത്തിൻ്റെ കണക്ക് പറയാൻ കഴിയുന്ന ഒരു കാലം, അതാണ് മശീഹൈക രാജ്യം. അതിനെ മറ്റൊരു പേരിൽ പരിചയപ്പെടുത്തിയാൽ അതാണ് സഹസ്രാബ്ദ രാജ്യം. ഈ സഹസ്രാബ്ദ രാജ്യം എന്ന് ആ രാജ്യത്തെ പറയുവാനുള്ള കാര്യം എന്താണ്? 1000 വർഷമായിരിക്കും ആ രാജ്യത്തിൻ്റെ കാലയളവ്. എന്ന് പറഞ്ഞാൽ സഭ ഇവിടെ ഒന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ആന്റിക്രൈസ്റ്റ് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് 7 വർഷം ഈ മണ്ണിനെ ഭരിച്ച് ആ ഭരണത്തിൻ്റെ ഒടുവിൽ നടക്കുന്ന യുദ്ധത്തിൽ അവനെ ബന്ധിച്ച് 1000 ആണ്ട് കാലത്തേക്ക് ചങ്ങലക്കിടുന്നതോടുകൂടി 1000 ആണ്ട് എന്ന് പറയുന്ന ആ ഒരു വാഴ്ച ആരംഭിക്കുകയാണ്. ആ വാഴ്ചയുടെ മറ്റൊരു പേരാണ് മശീഹൈക രാജ്യം. ഈ 1000 ആണ്ട് 1000 ആണ്ട് 1000 ആണ്ട് 1000 ആണ്ട് എന്ന പദപ്രയോഗം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മാത്രം ഏതാണ്ട് 6 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യത്തിൽ അത് സാത്താന്റെ ബന്ധനകാലമാണ്. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു. അപ്പോ പിശാചിന്റെ ബന്ധനകാലമായിരിക്കും ഈ 1000 വർഷം. എന്നാൽ അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് എന്തിനാണ് ഈ 1000 ആണ്ട് പിശാചിനെ ബന്ധിക്കുന്നത് എന്തിനാണ് എന്നാണ് അവിടെ പറയുന്നത്. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്ര ചെയ്യുകയും ചെയ്തു എന്നാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പിശാചിനെ ബന്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ 1000 ആണ്ട് കാലം പീഡനകാലത്തെ രക്തസാക്ഷികളുടെ വാഴ്ചയുടെ കാലമാണ് എന്നാണ് പറയുന്നത്. 4-ാമത്തെ വാക്യം, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും കൈമേലും നെറ്റിമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പൊ പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ട് തള്ളിയിടുന്ന കാലമാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നിന്നവർ, കൈമേലും നെറ്റിമേലും മുദ്ര ഏൽക്കാതിരുന്നവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴുന്ന കാലം. അത് കഴിഞ്ഞ് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ക്രിസ്തുവിനോടുകൂടെ വാഴുമെന്ന് വീണ്ടും പറയുകയാണ്. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. പിന്നെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും എന്ന് പറയുന്നു. അപ്പൊ കൃത്യമായ സമയമുള്ള 1000 ആണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇത് നിത്യതയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദമല്ല. നിത്യത കാലങ്ങളില്ലാത്തതാണ്. നിത്യത സമയപരിധികളില്ലാത്തതാണ്. എന്നാൽ 1000 ആണ്ട് കൃത്യമായ സമയപരിധി ഉള്ളതാണ്. ഈ 1000 ആണ്ട് കാലത്തെ പഴയ നിയമത്തിന്റെ വീക്ഷണത്തിൽ മശീഹൈക രാജ്യം എന്നാണ് വിളിക്കുന്നത്. ഈ മശീഹൈക രാജ്യം, ഞാൻ ഇങ്ങനെ പറയുന്നത് സ്തോത്രം ഒരു ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം നടത്തേണ്ടതിന് വേണ്ടിയാണ്. ഏതർത്ഥത്തിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്? സ്തോത്രം വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ഒരു വാക്യത്തെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂകുന്ന പരിപാടിയല്ല ബൈബിളിൽ ചെയ്യേണ്ടത്. അതിനെ ഏതർത്ഥത്തിൽ എഴുതിയിരിക്കുന്നോ അതേ അർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എൻ്റെ സബ്ജക്റ്റ് യഹോവയുടെ പരിജ്ഞാനമാണെങ്കിലും ആ കാലഘട്ടത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വേണം എനിക്ക് ആ വിഷയത്തെ ഒന്ന് ഡീൽ ചെയ്യാൻ. എനിക്കറിയാം ഈ അന്തരീക്ഷം വേഗം ഇവിടെ ഒന്ന് ചലിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പൊ ഈ 11-ാം അധ്യായത്തെ ഈ മശീഹൈക രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ 1, 2 എന്ന ക്രമത്തിൽ വിശകലനം ചെയ്തു വന്നാൽ, എനിക്കറിയാം ഇത്രയും പാസ്റ്റേഴ്സ് ഉള്ള മീറ്റിങ്ങിൽ ഏതോ ഒരു ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ഫീലാണ് എനിക്കിപ്പോൾ ഉണ്ടാകുന്നത്. ഇത്രയും പാസ്റ്റേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൈവദാസന്മാരുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ ഇവിടെ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇത്രയും വേദവിദ്യാർത്ഥികൾ, ദൈവവചനവുമായി ബന്ധമുള്ളവർ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന
ഭാഷയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കുറിക്കുന്നവർ കുറിച്ചിട്ടാണ്, ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഇതൊന്നും കഴിയാത്തവരുണ്ടെങ്കിൽ ലൈവ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എത്ര കാലഘട്ടങ്ങൾ കഴിഞ്ഞാണ് യൂട്യൂബിൽ ഈ കാര്യങ്ങൾ കേട്ടു. അതുകൊണ്ട് 11-ാം അധ്യായത്തെ നമ്മളത് വിശദീകരിക്കാൻ പോവുകയാണ്. 1-ാമത്തെ വാക്യം, അത് മശീകൈക പൈതൃകമാണ്. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. മശീക എന്ന രാജാവിന്റെ പൈതൃകമാണ് 1-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം, ആ മശീക എന്ന രാജാവിന്റെ 7 വിധ അഭിഷേകമാണ്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ അവന്റെ മേൽ വ്യാപരിക്കുന്ന 7 വിധ അഭിഷേകം. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മശീകയുടെ ഭരണകാലഘട്ടത്തിന്റെ 9 വിധ സ്വഭാവം. അതങ്ങോട്ട് കഴിഞ്ഞ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മശീകയുടെ ആ കാലഘട്ടത്തിന്റെ ഭരണത്തിന്റെ 9 വിധ ഗുണങ്ങൾ. അത് കഴിഞ്ഞ് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതാണ് നമ്മുടെ കുറിവാക്യം, മശീകൈക രാജ്യത്തിന്റെ ഭരണത്തിന്റെ വ്യാപ്തി, ഏതൊക്കെ നിലകളിലെ വ്യാപ്തി പടർന്നു പന്തലിക്കുമെന്നാണ് അവിടെ പറയുന്നത്. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മശീകൈക ഭരണത്തിന്റെ 7 വിധ സ്ഥാപനം ഇങ്ങനെയാണ് 11-ാം അധ്യായത്തെ നമുക്ക് വിശദീകരിക്കുവാൻ കഴിയുന്നത്. 11-ാം അധ്യായത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിവരിക്കുവാൻ എനിക്ക് നേരം പോരാ. ഒറ്റ വാക്യമാണ് പറയുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 9-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. അതാണ് നമ്മുടെ വിഷയം. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുക. സമുദ്രം കാണാത്തതാരാ? വെള്ളം പൊങ്ങിക്കിടക്കുന്നത് കാണാത്തതാരാ? വെള്ളം പൊങ്ങിയ ഇടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമുദ്രത്തിന്റെ ഉപരിതലം മുതൽ അതിന്റെ ആഴത്തട്ടുവരെ എവിടൊക്കെ അല്പം സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം വെള്ളം അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ദൈവത്തിന്റെ പരിജ്ഞാനം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം, ദൈവത്തെ പറ്റി മാത്രം ജനം ഗ്രഹിക്കുന്ന ഒരു കാലം, ദൈവത്തെ പറ്റി മാത്രം ജനം പറയുന്ന ഒരു നാള്, ഒരശുദ്ധിയുമില്ലാത്ത, ഒരു ദോഷമില്ലാത്ത, മനസ്സിലാകുന്നുണ്ട്? ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അങ്ങനെ ഒരു കാലം നമ്മുടെ പിന്നിൽ വരാൻ പോകുകയാണ്. നാം ഇറങ്ങിത്തിരിച്ചത് കേവല രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, നാം ഇറങ്ങിത്തിരിച്ചത് കേവല പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാത്രമല്ല, നാം ഇറങ്ങിത്തിരിച്ചത് ഒരു വീസായിക്ക് വേണ്ടി മാത്രമല്ല, നാം ഇറങ്ങിത്തിരിച്ചത് മറ്റെന്തെങ്കിലും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും വേണ്ടിയല്ല. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കത്തുന്ന ഏക ദർശനം നമ്മുടെ ദൈവമാണ്. ആ മശീകൈക രാജ്യത്തിന്റെ സവിശേഷത അതാണ്. ആ നാള് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്റെ ചോദ്യം, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു പരിജ്ഞാനത്തിന്റെ പകർച്ച ഉണ്ടാകത്തുള്ളോ? അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം മശീകൈക രാജ്യത്തോടുള്ള ബന്ധത്തിലല്ലാതെ വേദപുസ്തകത്തിന്റെ പലയിടങ്ങളിൽ ആവർത്തിച്ച് 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 ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയും എന്ന് പറയുന്ന വാക്യങ്ങൾ ഞാൻ കണ്ടെത്തുകയുണ്ടായി. ഇതേ വാക്യം എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ഒന്ന് മശീകൈക രാജ്യത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ മറ്റൊന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ദർശിക്കേണ്ടുന്ന ഏക കാര്യം, റെജിപ്പാസ്റ്റ് ഇവിടെ ദൈവശാസ്ത്രത്തിന്റെ വിശദീകരണങ്ങൾ നടത്തുന്നൊന്നല്ല. ഇന്ന് രാത്രി എന്റെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയ്ക്കകത്തേക്ക് എനിക്കൊന്ന് കയറി വരുവാൻ കഴിയുമോ എന്നുള്ളതാണ്. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബിലയാം പറയുന്ന ഒരു വാക്കുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ. കേട്ടോ കേട്ടോ, ജാതീയ പ്രശ്നക്കാരനാണെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന വാക്ക് അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ. ഇന്ന് രാത്രി അത്യുന്നതന്റെ പരിജ്ഞാനം കൊണ്ട് നിറയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു.
എന്നോട് ചേർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പരിജ്ഞാനത്തിന്റെ സവിശേഷത ഞാൻ പറയാം. ശമൂവേലിനെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശമൂവേലിനെ പറ്റി പറയുന്നത്, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അവന് വെളിപ്പെട്ടില്ല. എന്നാ പറച്ചിലായി പറയുന്നത്? പെട്ടകത്തിന്റെ അകത്ത് വിളക്കണയുന്നതിന് മുൻപ്, ആലയത്തിന്റെ അകത്ത് വിളക്കണയുന്നതിന് മുൻപ് ശമൂവേൽ ചെന്ന് കിടക്കുന്നത് ദൈവത്തെ അറിയാവുന്നത് കൊണ്ടല്ലേ? അതെ, ദൈവത്തെ അറിയാം. പക്ഷേ ആ അറിവ് പോരാ ശമൂവേലെ. ദൈവത്തിന്റെ വചനം നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കത്തിയിറങ്ങാൻ. ആമേ. ആത്മീകതയുടെ മേലാട ധരിച്ചുകൊണ്ട് സിംഹാസനത്തിനകത്ത് കയറി ദൈവത്തിന്റെ മഹത്വം പോയതുപോലും അറിയാതെ, സ്തോത്രം, ശരീരത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ വന്ന് ഇരിക്കുന്ന ഏലിയുടെ നേരെ വിരൽ ചൂണ്ടി ആത്മാവിൽ ദൂത് പറയണമെങ്കിൽ ശമൂവേലെ, നിനക്ക് ദൈവത്തെ കുറിച്ചുള്ള സാധാരണ അറിവ് പോരാ. ഇതുവരെ നിനക്കറിയാവുന്ന അറിവുകളുടെ അപ്പുറത്ത് നിന്റെ ഹൃദയത്തിന്റെ അകത്തെ കത്തിയിറങ്ങുന്ന, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ദൂത് പറയാൻ കഴിയുന്ന വിധത്തിൽ നിനക്കൊരു അറിവിന്റെ ആവശ്യമുണ്ട്. രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രി എൽ എന്ന നാമം അറിയാമോ എന്നല്ല ഇവിടുത്തെ ചോദ്യം. യാഹൂവേ എന്ന നാമം അറിയാമോ? അതിന്റെ കോമ്പൗണ്ട് നെയിംസ് അറിയാമോ? ഇതൊന്നുമല്ല ഇവിടുത്തെ ചോദ്യം. ജഹവ ജൈറെ, ജഹവ ശമ്മ, ജഹവ റാഫ, ജഹവ റോഫി, ജഹവ മെക്ഡേഷം, ജഹവ സബായോത്ത്, ജഹവ സിദ്ധകനു, ഇതൊക്കെ പറയാൻ നിനക്കറിയാമോ? അതൊന്നുമല്ല ഇവിടുത്തെ ചോദ്യം. സ്തോത്രം. അഡോണായി എന്ന നാമം അറിയാമോ എന്നല്ല ചോദിക്കുന്നത്. പിതാവ് എന്ന നാമം അറിയാമോ എന്നല്ല ചോദിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നിന്റെ ഹൃദയത്തെ കത്തിക്കുന്ന ബൈബിൾ എന്റെ ദൈവത്തെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ അറിയാൻ കഴിയുന്ന ഒരു പരിജ്ഞാനത്തിന്റെ പകർച്ച. മനസ്സിലാകുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ പരിജ്ഞാനം പൗലോസിന്റെ അകത്ത് കയറിയപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ലാഭമായതല്ല ഞാൻ ഛേദമെന്നെണ്ണുക. എന്നാ കാര്യം എന്നറിയോ? ഒറ്റ കാര്യമാ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായതല്ല ഞാൻ ഛേദമെന്നെണ്ണുക. ഇന്ന് രാത്രി എന്തെങ്കിലും നിന്റെ നേട്ടമായി കാണുന്നുണ്ടെങ്കിൽ, വെട്ടിപ്പിടിച്ചതായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ രാത്രി എന്തോ നേടിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നും നേടിയിട്ടില്ല, ഞാൻ ഒന്നും ആയിട്ടില്ല, പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയണമെങ്കിൽ ഈ രാത്രി നമ്മുടെ അകത്തേക്ക് വെളിപ്പെടേണ്ടത് നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. കേട്ടോ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ രാത്രി ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് കത്തിയിറങ്ങിയാൽ വേറെ ഒന്നും നിനക്ക് ലാഭമായി തോന്നത്തില്ല. അത് ദൈവത്തോടുള്ള ഒരു ദാഹമായി മാറും. ശബ്ദം ഉയർത്തി ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത്രയും പറയുമ്പോൾ ചിലർക്ക് ന്യായമായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. പാസ്റ്ററെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ എപ്പോഴും ദൈവം 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 27-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, അതിനുള്ള മറുപടി കിടപ്പുണ്ട്. അവിടെ എന്താ എഴുതിയിരിക്കുന്ന അറിയോ? ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. കേട്ടോ, എന്താണോ ചോദിക്കുന്നത് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. പലരും ചോദിക്കുന്നതല്ല ആഗ്രഹിക്കുന്നതല്ല. ബൈബിളിൻ്റെ രീതി, ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു, അത് തന്നെ ഞാൻ ചോദിക്കുന്നു. എന്താണോ ഞാൻ അപേക്ഷിക്കുന്നത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആട്ടെ, എന്താ ആഗ്രഹിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഒരു വലിയ വില്ല കിട്ടണമെന്നൊന്നുമല്ല, എനിക്ക് വലിയ ലക്ഷങ്ങൾ കിട്ടണമെന്നൊന്നുമല്ല. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ മനോഹരത്വം കാണുവാനും. എന്തോ യഹോവയുടെ, ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, യഹോവയുടെ മനോഹരത്വം എന്ന് പറഞ്ഞ ഗ്ലോറി എന്ന, അല്ലാതെ ബ്യൂട്ടിനെസ് എന്നൊന്നുമല്ല. ഗ്ലോറി, എനിക്ക് യഹോവയുടെ ഗ്ലോറി കാണണം. അതാണ് ഒന്നാമത്തെ ആഗ്രഹം. 2, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. 3, എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ദൈവം എനിക്ക് തന്നത് ഇതല്ല, ബാക്കി ഇത് മാത്രമല്ല. ബാക്കി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ചോദിച്ചത് ദൈവത്തിൻ്റെ ഗ്ലോറിയാ. ദൈവം പറയാ, നീ ചോദിച്ച ഗ്ലോറി ഞാൻ നിനക്ക് തരാം. അപ്പോൾ തന്നെ നിനക്കെതിരെ നീ അറിയാതെ വീശി അടിക്കുന്ന അനർത്ഥ ദിവസത്തിന്റെ അന്ന് എന്റെ കൂടാരത്തിന്റെ അകത്ത് ഞാൻ നിന്നെ ഒളിപ്പിക്കാം.
രക്തം ജയം, രക്തം ജയം. നമ്മളിവിടെ അനർത്ഥ ദിവസത്തിലൊന്ന് ഒളിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒന്നും നടക്കുന്നില്ല, എല്ലാം വന്ന് തലേ കയറുക. അതങ്ങ് നിർത്തുവച്ചമ്മേ. എന്നിട്ട് പകരം ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടി പ്രാർത്ഥിര്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിര്. നിന്റെ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിനകത്ത് നിന്നെ മറയ്ക്കും. എനിക്കെല്ലാം വിശദീകരിക്കാൻ നേരം പോരാ. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. അടുത്തത് പാറമേൽ എന്നെ ഉയർത്തും. ഓ ജീസസ്, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഉയർച്ചയ്ക്ക് വേണ്ടി നീ ഇങ്ങനെ കച്ചകെട്ടി നടക്കുമെന്നും വേണ്ട. ദൈവത്തിന്റെ ഗ്ലോറി അന്വേഷിക്കാമെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. ഈ രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിന്നെ ഉയർത്താൻ പോകുന്നത് ഒരു സംഘടനയല്ല, നിന്നെ ഉയർത്താൻ പോകുന്നത് ഒരു പ്രസ്ഥാനമല്ല, നിന്നെ ഉയർത്താൻ പോകുന്നത് ഏതെങ്കിലും വ്യക്തിയല്ല. ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടി നീ കൊതിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ പാറമേൽ ഉയർത്തും. ഓ ജീസസ്, ആമേൻ. ആരും കൈവിട്ടാലും കുഴപ്പമില്ല, ദൈവം കൈവിടാതിരുന്നാൽ മതി. ദൈവം നിന്നെ പാറമേൽ ഉയർത്തും. അതിന്റെ തൊട്ടു താഴെ എഴുതിയിട്ടുണ്ട്, എന്റെ ശത്രുക്കളുടെ മുൻപിൽ എന്റെ തല ഉയരും. നീ നന്നാകുകയല്ല, നീ ഗുണം പിടിക്കുകയല്ല, നീ ശരിയാകുകയല്ല, നീ ഒന്ന് നന്നാകുന്നതൊന്ന് കാണണം. എന്നും നിനക്കെതിരെ പറയുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ ശാപം ഉച്ചരിക്കുന്ന ഒരു കൂട്ടം ശത്രു മേഖലകൾ നിനക്കെതിരെ നിൽക്കുന്നുണ്ടല്ലോ. അവരുടെ നടുവിൽ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം. എപ്പോഴാ ഇത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ ഗ്ലോറിക്കായി നീ കൊതിച്ച് തുടങ്ങുമ്പോൾ വിശ്വസിക്കുന്നവർ ആത്മനിറവിലെ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ രാത്രി ഏതെങ്കിലും കപടനാടകങ്ങൾ ആടി ഒരു ഉയർച്ച പ്രതീക്ഷിച്ച് എന്തെങ്കിലും മുഖംമൂടികൾ ധരിച്ച് എന്തിനു വേണ്ടിയെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അതൊരു രാഷ്ട്രീയ നീക്കമായിരിക്കും. അതിന് പരിധിയുണ്ട്. പക്ഷെ ഗ്ലോറിക്ക് വേണ്ടി, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി നീ ഒന്ന് ഇറങ്ങി വാ. ഈ രാത്രി ആരും ഉയർത്താത്ത വിധത്തിൽ നിന്നെ ഉയർത്തുന്നവര് ദൈവമുണ്ട്. ഈ രാത്രി അവിടുത്തെ സാന്നിധ്യം ഈ ടെന്റിനകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പൊ ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്നറിയാമോ? ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. പക്ഷേ സംഭവിക്കുന്നത് ഇതിന് നേരെ വൈരുദ്ധ്യമായിട്ടാണ്. ദൈവത്തിൻ്റെ സ്വപ്നമേത്? ഭൂമി പരിജ്ഞാനം കൊണ്ട് നിറയണം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. പക്ഷെ സംഭവിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ്. എന്താ സംഭവിക്കുന്നത്? അതാണ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അടുത്ത ദൈവഹൃദയം പറയുക, കാളയ്ക്ക് തൻ്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയാം, പക്ഷെ എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല, ഇസ്രയേൽ എന്നെ അറിയുന്നില്ല. ജീസസ്, ഇസ്രയേലിനേക്കാൾ ദൈവം പോറ്റി വളർത്തിയ ഇസ്രയേലിനേക്കാൾ കർത്താവ് വിളിക്കുന്ന സാക്ഷികൾ കണ്ടോ? ആകാശമേ വാ കേൾക്ക്, ഭൂമിയെ വാ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ജീസസ്, ഞാൻ മക്കളെ, ഒന്നുകൂടെ പറ, ഞാൻ മക്കളെ, പക്ഷെ അവരെന്നോട് മത്സരിച്ചു. എന്നിട്ട് പറയുക, ഈ മത്സരിച്ചവരെക്കാൾ മെച്ചമാണ് കാള. കാളയ്ക്ക് ഉടയവനെ അറിയാം, കഴുതയ്ക്ക് യജമാനന്റെ പുൽത്തൊട്ടി അറിയാം, പക്ഷെ എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല, ഇസ്രയേൽ അറിയുന്നില്ല. ഇന്ന് രാത്രി അധപ്പതിച്ച ഒരു ആത്മീക സംസ്കാരത്തിനകത്ത് നിന്ന് മൃഗങ്ങളുടെ അത്രയെങ്കിലും ഒരു വകതിരിവിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രസംഗം തന്നെയായി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മൃഗങ്ങളുടെ ഇത്യാദി സ്വഭാവത്തെ വിരൽ ചൂണ്ടി മനുഷ്യന് ബുദ്ധി ഉപദേശിക്കുന്നത് ബൈബിളിൻ്റെ ഒരു രീതിയാണ്. ഞാൻ ഈ വിധത്തിൽ പല വാക്യങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ പല വാക്യങ്ങൾ എനിക്ക് അങ്ങനെ കാണുവാൻ കഴിഞ്ഞു. 1-ാമത്തെ വാക്യം സദൃശവാക്യം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം, മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി നീ ബുദ്ധി പഠിക്കുക. ഉറുമ്പ് ഒരു ജീവി എന്നുള്ള നിലയിൽ ശല്യമെന്നല്ലാതെ നമ്മൾ ആരെങ്കിലും ഇതുവരെ ഉറുമ്പിനെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ദൈവം പറയാ, മടിയാ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് ബുദ്ധി പഠിക്കുക. സ്തോത്രം. വിവരിക്കുന്നില്ല. അടുത്തത് യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യമാണ്. ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കുറുംപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. പെരിഞ്ഞാറയ്ക്ക് അറിയാം കാര്യം, കുറുംപ്രാവിന് അറിയാം കാര്യം,
മീവൽ പക്ഷിക്ക് അറിയാൻ കാര്യം, എൻ്റെ ജനത്തിന് അറിയത്തില്ല. ഇനി റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ 19, 20, 21, 22, 23 വാക്യങ്ങൾ. അവിടെ മൃഗങ്ങളെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അവയെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അപ്പൊ സൃഷ്ടി എവിടെ ഇരിക്കുകയാണെന്നറിയാമോ? ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലിരിക്കുക. എന്നിട്ട് ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ ഇരിക്കുന്ന സൃഷ്ടിയെ നിന്റെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം എന്നുള്ളതാ. ഒരാമയും പറഞ്ഞാട്ടെ. അപ്പൊ ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ദൈവപുത്രന്മാർക്ക് തേജസ്സാകുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യം പിടികിട്ടിയിട്ടു നമുക്ക് പിടികിട്ടിട്ടില്ല. അപ്പൊ പഴയ നിയമം പുതിയ നിയമം ഒരുപോലെ പറയുക കാര്യം. നിങ്ങളെല്ലാവരും ഉണ്ടോ ഇവിടെ? ഹല്ലേലൂയ. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ദൈവം പ്രപഞ്ചത്തിലേക്ക് പറയുക. 19-ാം സങ്കീർത്തനം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഭാഷണവും ഇല്ല, വാക്കുകളുമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. പക്ഷെ രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നുണ്ട്. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നുണ്ട്. പക്ഷെ വാക്കുകളില്ല, ഭാഷണവുമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്. അലകടലും കുളിരലയും മലർനിരയും കുളിർ ചന്ദ്രികയും താരാപഥങ്ങളും നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. ഇതെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ മനുഷ്യൻ മാത്രം അമ്പേ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് ദൈവഹൃദയം പറയും, ആകാശമേ കേൾക്ക്, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. പക്ഷെ ദൈവഹൃദയത്തിന്റെ സ്വപ്നം എന്താണെന്നറിയാമോ? ഈ മനുഷ്യന്റെ അകത്ത് എന്നെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ടൊന്ന് നിറഞ്ഞായിരുന്നെങ്കിൽ. എന്നോടൊപ്പമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ രാത്രി യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഈ ചിലരുടെയൊക്കെ ഇരിപ്പൊക്കെ കണ്ടിട്ട് പാസ്റ്റർ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയുന്നതൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ ഈ സാധാരണ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ ആളത്വം, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, സ്വർഗം, സ്വർഗസിംഹാസനങ്ങൾ, നിത്യത, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ഒരാളാണ്. ഈ വിഷയങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. അപ്പം എനിക്ക് മനസ്സിലായത് ദൈവത്തെ പറയുന്നതിനേക്കാൾ നമുക്ക് കത്താൻ തോന്നുന്നത് പോരാട്ടം പറയുമ്പോഴാണ്. ജീസസ്, ഈ രാത്രി എന്തിനാ ഈ പോരാട്ടത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത്? അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. നമ്മുടെ വിഷയം എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നല്ല, എനിക്കൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. ഓ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവത്തെ അറിയുന്നതാണ് സകലത്തിലും പ്രധാനപ്പെട്ട കാര്യം. ഈ രാത്രി ദൈവത്തെ അറിയുന്നവൻ ന്യൂനപക്ഷമെന്ന് തോന്നിയാലും അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഭൂരിപക്ഷമാണ്. ഈ രാത്രി നിന്റെ ന്യൂനപക്ഷ ചിന്താഗതിയെ വിട്ടേക്കണം. നമ്മൾ ദൈവത്തോടുകൂടെ ഒരു ഭൂരിപക്ഷമാണ്. കാരണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഹോശയ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഹോശയ പ്രവചനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം 2 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. 2 കാര്യങ്ങൾ. ഒന്ന് അറിഞ്ഞോണം, കേൾക്കുന്നുണ്ടോ? ഒന്ന് അറിഞ്ഞുകൊള്ളണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ദൈവത്തെ അറിഞ്ഞുകൊള്ളണം. 2 അറിയുവാൻ ഉത്സാഹിക്കുക. ഇവിടെ ദൈവത്തെ അറിഞ്ഞുകൊള്ളണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ അറിഞ്ഞുകൊള്ളുക എന്ന പദത്തിൽ നിന്നിട്ട് വേദപുസ്തകത്തിൽ എവിടെയൊക്കെ ഈ അറിഞ്ഞുകൊള്ളുക എന്ന പദം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ 10 പ്രാവശ്യം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഇടങ്ങളിൽ അറിഞ്ഞുകൊള്ളുക എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ചില പദങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച പദങ്ങളാണ്. ഞാനത് നോട്ട് ചെയ്തു. ഇന്ന് രാത്രി ഞാനൊന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് പറയുന്നത്, അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. മാറ്റം ഉണ്ടായോ? മാറ്റം ഉണ്ടായോ? മാറ്റം ഉണ്ടായോ? ഇല്ല.
അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതൊരു നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. നീ ദൈവത്തെ അറിഞ്ഞുകൊള്ളണം, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവം നിശ്ചയമായിട്ട് പറയുക, ദൈവത്തെ അറിഞ്ഞുകൊള്ളണം. രണ്ടാമത്തെ കാര്യം ആവർത്തന പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അറിയോ? എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് ഇന്ന് നീ അറിഞ്ഞുകൊള്ളുക. ദൈവം നിനക്ക് മുമ്പിൽ നടക്കുന്നുണ്ടെന്ന് നീ അറിയണം. ഈ അറിവില്ലാത്തത് കൊണ്ടാ പ്രിയരെ ആലയത്തിന്റെ അന്തർഭാഗത്ത് പോലും അപജയങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വ്യാപരിക്കേണ്ടുന്ന വെളിപ്പാട് ഏതാണെന്നറിയാമോ? എൻ്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുക. എങ്ങനെ എൻ്റെ ദൈവം എനിക്ക് മുമ്പിൽ നടക്കുന്നത്? ദഹിപ്പിക്കുന്ന അഗ്നിയായി എൻ്റെ ദൈവം എനിക്ക് മുൻപിൽ നടക്കുന്നുണ്ട്. ഈ രാത്രി അതൊന്ന് അറിഞ്ഞാൽ നിശ്ചയമായി അറിഞ്ഞുകൊള്ളണമെന്ന് പറഞ്ഞു. ഇങ്ങനെ നിനക്ക് മുമ്പിൽ ദൈവം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ അറിഞ്ഞുകൊള്ളുക. ഇവിടെ എന്താണ് അറിയേണ്ടത്? രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, ദൈവത്തിന്റെ വ്യക്തിത്വത്തെ അറിയണം. ദൈവത്തിന്റെ വ്യക്തിത്വം. ദൈവത്തിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഇതര ദൈവങ്ങൾ എന്ന് പറയുന്നവരിൽ നിന്ന് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയണം. ഈ രാത്രി തിരിച്ചറിയണം. നമ്മളൊരു അബദ്ധം വന്ന് ഇതിനകത്ത് കയറിയവരല്ല. നമ്മളൊരു അബദ്ധ പഞ്ചാംഗത്തെ വിശ്വസിക്കുന്നവരല്ല. നമ്മളൊരു യാഥാർത്ഥ്യത്തിന്റെ പിന്നിൽ നിൽക്കുന്നവരാ. നമുക്കൊരു ദൈവമുണ്ട്. ജീസസ്. അവൻ ആരാണെന്ന് അറിഞ്ഞുകൊള്ളണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മുടെ ദൈവം ആരാണെന്ന് അറിയണം. സങ്കീർത്തനം 89:6 പറയുന്നത്, സ്വർഗത്തിൽ യഹോവയ്ക്ക് സദൃശ്യനായവൻ സ്വർഗത്തിൽ യഹോവയ്ക്ക് സദൃശ്യനായവൻ രണ്ട്, ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് സദൃശ്യനായവനായോ, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് തുല്യനായവനായോ ഒരുത്തനുമില്ല. ഏതു വലിയ വെച്ചാരാധനയും ഏതു വലിയ കുടിയിരിപ്പുകളും ഏതു വലിയ മന്ത്രതാന്ത്രിക ശക്തികളും നീ മനസ്സിൽ വെച്ച് ഭയപ്പെട്ടാലും ഈ രാത്രി ദൈവവചനം പറയുന്നത് കേട്ടാണോ? സ്വർഗത്തിലും ഭൂമിയിലും നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തോട് സദൃശ്യനായ ഒരുത്തനുമില്ല. ഈ രാത്രി ഹൃദയത്തിന്റെ അകത്ത് തീ പിടിക്കുന്നത് പോലെ ഉണ്ടെങ്കിൽ വാ പൂട്ടിയിരിക്കരുത്. ഈ രാത്രി ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാണ്. എന്റെ ദൈവത്തോട് സദൃശ്യനായ ഒരുത്തനുമില്ല. 7-ാം വാക്യം, ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇത് ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. നമ്മുടെ ഇടയിൽ തീരെ ഇല്ലാത്ത ഒരു ഗുണമാണ് ദൈവ ഭയം. ബാക്കിയെല്ലാം നമുക്കുണ്ട്, പക്ഷെ നമുക്കില്ലാതെ പോയ ഒരു സംഭവമാണ് ദൈവഭയം. ദൈവഭയം ഒട്ടുമില്ല. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണല്ലോ പല പണികളും നമ്മൾ ഒപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണെന്ന് അറിഞ്ഞുകൊള്ളണം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഈ രാത്രി ഇവിടെ വ്യാപരിക്കേണ്ടുന്നത് ദൈവഭയമാണ്. ഞാൻ എൻ്റെ ഹൃദയം തുറന്നു പറയാം അഭിഷക്തന്മാരെ, ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഇടത്ത് വലിയ ഉണർവുണ്ടാകണം എന്ന് എൻ്റെ ആഗ്രഹമാണെങ്കിലും അങ്ങനെ ഉണർവുണ്ടായില്ലെങ്കിലും എൻ്റെ കേൾവിക്കാരുടെ അകത്ത് ദൈവഭയം വ്യാപരിക്കണം. എൻ്റെ ദൈവം ആരാണെന്ന് എൻ്റെ ജനം തിരിച്ചറിയണം. ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നം നിങ്ങളുടെ അകത്തേക്ക് ദൈവഭയം വ്യാപരിക്കണമെന്നുള്ളതാണ്. അപ്പൊ അവൻ ഭയപ്പെടുവാൻ യോഗ്യനാകുന്നു. സ്തോത്രം. അടുത്തത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നെ പോലെ ബലവാൻ ആരുള്ളൂ? അടുത്തത്, നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ, നിങ്ങൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ ദൈവത്തെ വിശ്വസ്തത ചുറ്റിയിരിക്കുകയാണ്. ഇതുകൊണ്ട് ബൈബിൾ പറയുന്നത് യെശൂരൂന്റെ ദൈവത്തെ പോലെ വേറെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യെശൂരൂന്റെ ദൈവത്തെ പോലെ. ഇതാ ദൈവത്തിന്റെ വ്യക്തിത്വം. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, അവരുടെ പാറ നമ്മുടെ പാറയെ പോലെ അല്ല, അതിന് നമ്മുടെ ശത്രുക്കൾ സാക്ഷികൾ. ജീസസ്. അവരുടെ പാറ വേറെ, നമ്മുടെ പാറ വേറെ. അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല, നമ്മുടെ പാറ ആള് വേറെയാ. അതിന് സാക്ഷ്യം പറയുന്നത് സഭയിലെ പാസ്റ്ററല്ല,
നമുക്കെതിരെ നിൽക്കുന്നവനാ അതിന് സാക്ഷ്യം പറയുന്നത്. ഇന്ന് രാത്രി ദൈവത്തെക്കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിന്റെ വലുപ്പം നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ചോദിക്കുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏതു പ്രതിമയോട് ദൈവത്തെ സദൃശ്യമാക്കും? ആമേൻ. ആരോടാ ഉപമിക്കുന്ന ദൈവത്തെ? ഏത് പ്രതിമയോടാണ് നമ്മുടെ ദൈവത്തെ സദൃശ്യമാക്കുന്നത്? അങ്ങനെ ഒരുത്തനും ഇല്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. ഈ ദൈവത്തെ അറിയാൻ കഴിയാത്തത് അതൊരു വലിയ പാപമായിട്ടാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അറിയാൻ കഴിയാത്തത് പാപമാണ്. സ്തോത്രം. അത് എവിടെ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 1-ാം അധ്യായത്തില. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടു. ഒന്നുകൂടെ, അവർ ദൈവത്തെ, നമുക്കാരെ അറിയാം? നമുക്കാരെ അറിയാം? ദൈവത്തെ അറിയാം. നമുക്ക് ദൈവത്തെ അറിയാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടു. അടുത്തത്, ദൈവത്തെ അവനെ ദൈവമെന്നോർത്തും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. ദൈവത്തെ അറിയാം, പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കണം. അതുകൊണ്ടാണല്ലോ സാറ് എഴുന്നേറ്റ് നിന്നിട്ട് കൈയടിച്ചാട്ടെ, ആരാധിച്ചാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാലേ നമുക്ക് ഈ ആരാധന വരത്തുള്ളൂ. കാര്യം എന്നാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് ദൈവത്തെ അറിയാം, പക്ഷെ ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പാവയെ വൈൻഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ പിന്നിൽ നിന്ന് വൈൻഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കും. ജീസസ്. ഇതിന്ന് സഭകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. സ്തോത്രം. ഇവിടെ നമ്മുടെ സെമിനാരിയിലെ കുഞ്ഞുങ്ങളും സഹോദരങ്ങളും എല്ലാം ചേർന്നാണ് ഈ പാട്ടൊക്കെ പാടുന്നത്. സ്തോത്രം. അവർ അങ്ങനെ ഒരു ടീമാണെങ്കിലും ഭയങ്കര നല്ല സംവിധാനങ്ങളൊക്കെ വെച്ച് സ്തോത്രം ബേസൊക്കെ സ്ലാപ്പ് ചെയ്യുന്ന കേട്ടപ്പോൾ ഞാൻ തിരിച്ചു നോക്കി ആരാ വായിക്കുന്നതെന്ന്. വളരെ ഭംഗിയായിട്ട് അവരാ കാര്യം ചെയ്യുന്നുണ്ട്. എത്ര പറഞ്ഞാലും ചില ആളുകൾ ആരാധിക്കുകയല്ല. നമ്മുടെ ചില ആളുകളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ വന്ന് കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അങ്ങ് നിൽക്കുക, പിന്നെ പിടി വിട്ട് കഴിയുമ്പോഴതിൻ്റെ ഇങ്ങനെ ഒരടി അടിക്കുന്നത്. സ്തോത്രം. അവിടൊന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആരാധന. സ്തോത്രം. ബൈബിൾ പറയുന്നു, ദൈവത്തെ ദൈവമെന്നോർത്ത് ആരാധിക്കണം. നീ ആരാധിക്കുന്നത് കാളക്കുട്ടിയുടെ മുന്നിൽ അല്ലെന്നറിയണം. നീ ആരാധിക്കാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ മുൻപിലാണെന്നറിയണം. പഴയ നിയമത്തിൽ ഇറങ്ങി വന്നതുപോലെ ദൃശ്യ സാന്നിധ്യം ഈ രാത്രി ഇവിടെ ഇല്ലെങ്കിലും അന്ന് ഇറങ്ങി വന്നവൻ അവിടുത്തെ അദൃശ്യ സാന്നിധ്യവുമായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഈ ഭയത്തിൽ വേണം ആരാധിക്കാൻ. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ഭയം നമ്മുടെ അകത്തേക്ക് കയറിയാൽ ആരാധനകൾ മാറും, സഭായോഗങ്ങൾ നിന്ന് കത്തും, കാത്തിരിപ്പ് യോഗങ്ങൾ നിന്ന് കത്തും. ഇങ്ങനെ ദൈവത്തെ ഓർത്ത് ആരാധിക്കുന്നവരെ ദൈവത്തിന് ഇന്ന് രാത്രി ആവശ്യമുണ്ട്. എന്റെ ജാട കാണിക്കാനുള്ള സ്ഥലമല്ല ദൈവത്തിന്റെ സന്നദ്ധി. ഒരുപക്ഷെ അച്ചായന്റെ പുരേടത്തിൽ പണിത ചർച്ചിലായിരിക്കും അച്ഛൻ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു അച്ഛൻ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 250 രൂപയുടെ ചെയർ ചർച്ച് മേടിച്ചിട്ടിട്ട് അതേ കയറി ഇരിക്കുന്നതിന്റെ ഗമയാ. ഞാൻ മേടിച്ച ചെയറിൽ ഞാൻ ഇരിക്കുകയാ. എന്നെ ആരാധിപ്പിക്കാമെങ്കിൽ പാസ്റ്റർ ഒന്ന് ആരാധിപ്പിച്ചാട്ട്. ഈ പരുവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അച്ഛാ മേടിച്ച ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ 250 രൂപയുടെ ചെയറിന് വലിയ വലുപ്പമായിട്ട് അച്ഛന് തോന്നുന്നുണ്ടാകാം. എന്നാൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണം കൊണ്ട് ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ പടച്ചുണ്ടാക്കിയ ഒരു പെരുന്തച്ഛൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയണം. ഈ രാത്രി അത് അറിഞ്ഞു വേണം അവനെ ആരാധിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് സ്തോത്രം പറയാത്തവർ ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് കൈയടിക്കാത്തവർ ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ട്.
ഈ രാത്രി അച്ഛ ആരെ ആരാധിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്? നമ്മുടെ ദൈവം അവരുടെ ദൈവം പോലെയല്ല, നമ്മുടെ ദൈവം അവരുടെ മാറ പോലെയല്ല. അതാ സാറ് പറഞ്ഞത്, വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത, കണ്ണുണ്ടെങ്കിൽ കാണാത്ത, തൊണ്ട കൊണ്ട് സംസാരിക്കാത്ത, കൈയുണ്ടെങ്കിൽ പ്രവർത്തിക്കാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഈ രാത്രി പരിമാര സമന്വിതനായി അവൻ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ. ഈ രാത്രി ഒരു കൊച്ചു പ്രവചനത്തിന്റെ മുന്നിലല്ല ആരാധന, ഒരു രോഗശാന്തിയുടെ ദൂതിന്റെ മുന്നിലല്ല ആരാധന. ഈ രാത്രി ആരാധന ദൈവത്തിന്റെ മുൻപിലാണ്. ഈ രാത്രി നീ ആരാധിച്ചുകൊണ്ടിരിക്കെ തന്നെ ഈ രാത്രി രോഗങ്ങളുടെ കടുങ്കെട്ടുകള് ദൈവം ഇതിന്റെ നടുവിൽ അഴിക്കും. ചില പൈശാചിക മണ്ഡലങ്ങള് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ അഴിക്കും. ഇന്ന് രാത്രി ചില ആഭിചാര ശക്തികള് സ്വർഗം ഇതിന്റെ നടുവിൽ അഴിക്കും. എന്താ കാര്യം? അവൻ നമ്മുടെ നടുവിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കുയർത്താൻ ഒരു പ്രസ്ഥാനമല്ല ഉള്ളത്, നമുക്കുയർത്താൻ ഒരു വ്യക്തിയല്ല ഉള്ളത്, നമുക്കുയർത്താൻ ഒരു ദൈവമാണുള്ളത്. മോശെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്റെ ഭാഷയുടെ പരിമിതിയിൽ, എന്റെ കഴിവിന്റെ പരിമിതിയിൽ നിന്നിട്ട് ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ ഉയർത്തുകയാണ്. ഈ രാത്രി അവൻ ഇവിടെ ഉയർത്തപ്പെട്ട അവൻ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചതുപോലെ ഈ രാത്രി വിടുതൽ ഇവിടെ നടക്കും. കൃപാപര പ്രാപ്തന്മാർ ഇവിടെ ഉള്ളത് കൊണ്ടല്ല കേട്ടോ, കൃപാപര പ്രാപ്തന്മാർ ഇവിടെ ഉള്ളത് കൊണ്ടല്ല, കൃപാപര പ്രാപ്തന്മാർ ഇവിടെ ഉള്ളത് കൊണ്ടല്ല. ഞങ്ങൾ ആരും വലിയ യോഗ്യന്മാരൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അമ്മമ്മെ കരഞ്ഞ് ആരാധിക്കണമെങ്കിൽ രാത്രി കരഞ്ഞ് ആരാധിക്കണം. ആത്മനിറവിൽ ആരാധിക്കണമെങ്കിൽ ഇന്ന് രാത്രി ആത്മനിറവിൽ ആരാധിക്കണം. അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? റോമലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, 26-ാം വാക്യം, 28-ാമത്തെ വാക്യം, ഈ 3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ മഹത്വീകരിക്കുകയോ ചെയ്യാതെ വന്നപ്പോൾ ദൈവം അവരെ കൈവിട്ടു. 24-ാമത്തെ വാക്യം, അതുകൊണ്ട്, ഏതുകൊണ്ട്? ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാഞ്ഞതുകൊണ്ട്, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഏതുകൊണ്ട് ഏൽപ്പിച്ചു? അതുകൊണ്ട് ഏൽപ്പിച്ചു. ഏതാണ് ഈ അതുകൊണ്ട്? ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാഞ്ഞതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. സാത്താനല്ല ഏൽപ്പിച്ചത്, പ്രവാചകനല്ല ഏൽപ്പിച്ചത്, ദൈവം ഏൽപ്പിച്ചു. വാക്യം 26, അതുകൊണ്ട്, ഏതുകൊണ്ട്? ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാഞ്ഞതുകൊണ്ട്, മഹത്വീകരിക്കാഞ്ഞതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28-ാമത്തെ വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. അപ്പൊ നോക്കണം, അതുകൊണ്ട് ഏൽപ്പിച്ചു, അതുകൊണ്ട് ഏൽപ്പിച്ചു, അതുകൊണ്ട് ഏൽപ്പിച്ചു. 3 പ്രാവശ്യം ഏൽപ്പിച്ചു, ഏൽപ്പിച്ചു, ഏൽപ്പിച്ചു. 3 പ്രാവശ്യം അതുകൊണ്ട്, അതുകൊണ്ട്, അതുകൊണ്ട്. ചോദ്യം, ഏതുകൊണ്ട്? ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാഞ്ഞതുകൊണ്ട്. അച്ചായോ, ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാതിരിക്കുമ്പോ പാസ്റ്റർ പാവം 3 വർഷം ഇരുന്നിട്ട് ട്രാൻസ്ഫർ ആയി പോകുന്ന ആളാണ്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച്. നമ്മുടെ സഭകളിലൊന്നും കാര്യമായിട്ട് പ്രതികരിക്കാനൊന്നും പറ്റുകയില്ല. പ്രതികരിച്ചാൽ ഉപദേശിയുടെ കാര്യം മഹാ കഷ്ടത്തിലായി പോകും. സത്യമല്ലേ? സ്തോത്രം. അവരെ കൊമ്പനാടൂടെ കയറി, മുളക്കഴക്കൂടെ കറങ്ങി, പുനലൂരൂടെ കയറി, തിരുവല്ലായിക്കൂടെ വന്ന് പിന്നെ കൊട്ടാരക്കര പോയിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. അവരവരുടെ നിലയിലെ കാര്യം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു കറക്കമൊക്കെ കറങ്ങി വരുമ്പോൾ നമ്മുടെ ഉപദേശിക്ക് സ്തോത്രം വേങ്ങൂരിൽ നിന്നും, സ്തോത്രം ചെറുവക്കൽ നിന്നും, പിന്നെ നിലമേൽ നിന്നും, അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ നേരെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ. 2 പിള്ളേരെയും കൊണ്ട് സ്തോത്രം ലോറിയിൽ ഈ സാധനം എല്ലാം വലിച്ചു കയറ്റി ട്രാൻസ്ഫർ ആയിട്ട് അങ്ങ് കാസർഗോഡ് പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പലരെയും സഹിക്കാൻ ഉപദേശിമാർ തീരുമാനിച്ചു. സ്തോത്രം. പക്ഷെ എൻ്റെ ദൈവത്തിന് ഈ ഗതികേട് ഇതുവരെ വന്നിട്ടില്ല.
സ്തോത്രം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാതെ നിങ്ങൾ എന്നോട് പണങ്ങൊന്നും ചെയ്യരുത്. സ്തോത്രം. ഈ രാത്രി ദൈവം എന്നെ വിളിച്ചത് വചനം പ്രസംഗിക്കാനാണ്. എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് ഞാൻ പറയുന്നില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അതേ ഭാഷയിൽ ഞാൻ പ്രസംഗിക്കുക. ദൈവം നമ്മളെ വിളിച്ചത് ആരാധിക്കാനാണ്. അവനെ ദൈവമെന്നോർത്ത് ആരാധിക്കാതെ വന്നാൽ ദൈവം കൈവിടും. ദൈവം കൈവിട്ടാൽ, സ്തോത്രം, ദൈവം കൈവിട്ടാൽ, സെൻട്രൽ കൺവെൻഷൻ ആണല്ലോ, എന്നോടൊന്നും തോന്നരുത്. ദൈവം കൈവിട്ടാൽ സെൻറ്റർ ചേർത്ത് നിർത്തിയാലും ഗുണമില്ല. ദൈവം കൈവിട്ടാൽ പ്രസ്ബിറ്ററി ചേർത്ത് നിർത്തിയാലും ഗുണമില്ല. ദൈവം കൈവിട്ടാൽ അമ്മാമ്മ 21 ഇരുന്നാലും, അച്ചായൻ 41 ഇരുന്നാലും, കൊച്ചമ്മ 81 ഇരുന്നാലും, പിള്ളേര് 501 ഇരുന്നാലും കാര്യമില്ല. ദൈവം കൈവിട്ടതാ. ചിലരെ ദൈവം കൈവിട്ടത് കൊണ്ടാണ് കുടുംബ കോടതിയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നത്. ചിലരെ ദൈവം കൈവിട്ടു. ചില കുടുംബങ്ങളെ ദൈവം കൈവിട്ടു. ചില തലമുറകളെ ദൈവം കൈവിട്ടു. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ട് കൈവിട്ടതല്ല, ആരോഗ്യം ഇല്ലാഞ്ഞിട്ട് കൈവിട്ടതല്ല, സമ്പത്തില്ലാഞ്ഞിട്ട് കൈവിട്ടതല്ല, മിടുക്കന്മാരല്ലാഞ്ഞത് കൊണ്ട് കൈവിട്ടതല്ല, കഴിവില്ലാത്തത് കൊണ്ട് കൈവിട്ടതല്ല. ദൈവത്തെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് ദൈവം അവരെ കൈവിട്ടു. ദൈവം കൈവിട്ടവനെ ആര് ചേർത്ത് നിർത്തിയിട്ട് കാര്യമില്ല. ഈ കർത്തൃദാസന്മാർ ഈ ചില കാര്യങ്ങളിൽ അനുതപിച്ചാൽ പോലും പിന്നെ തിരിച്ചുവരവ് നടക്കുകയില്ല. പിന്നത്തേതിൽ അനുദപിച്ചിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടില്ല. അങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ട്, അറിയാമല്ലോ അല്ലേ? പിന്നത്തേതിൽ അനുദപിച്ചായിരുന്നു, പക്ഷെ മാനസാന്തരത്തിന് ഇട കണ്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ. നിനക്ക് രക്ഷപ്പെടാൻ, നിനക്ക് മടങ്ങി വരാൻ, നിനക്ക് ദൈവഭയത്തിലേക്ക് വരാൻ ദൈവം എന്നും ആയുസ്സും കാലവും നീട്ടിയിട്ടേക്കൊന്നുമല്ല. ഞാൻ അങ്ങനെ കാലം തെളിയിക്കാം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുക, അവൻ ജഡം തന്നെയല്ലോ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ ആത്മാവ് വാദിക്കുന്നതിന് ചില കാലപരിധികൾ ഇട്ടിട്ടുണ്ട്. അതിനപ്പുറം ആത്മാവ് വാദിക്കുകയല്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. തെളിവ് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരിക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20, 21, 22, 23. ഇസബേലിനെ പറ്റി പറയുക, ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നുവെന്നൊരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. അടുത്തത്, ഞാൻ അവക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടു. ആർക്ക്? എൻ്റെ ചോദ്യം, ഇസബേൽ എന്ന സ്ത്രീക്ക് പോലും മാനസാന്തരത്തിനുള്ള സമയം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പിള്ളേർക്കും നമുക്കുമൊക്കെ എന്തുമാത്രം സമയം തരും? സ്തോത്രം. അപ്പൊ ദൈവം ആർക്കും മാനസാന്തരപ്പെടുവാൻ സമയം തരും. പക്ഷേ ആ സമയം, സ്തോത്രം, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന ഭയത്തോടെ കാണുന്നയാളാണ് ജോൺസൺ ദാനിയൽ സാറ്. ആ സമയം കൊടുത്തിരിക്കുന്നത് ജോൺസൺ ദാനിയൽ സാറിന്റെ കയ്യിലല്ല. സ്തോത്രം. ആമേൻ. ആ സമയം കൊടുത്തിരിക്കുന്നത്, സ്തോത്രം, നമ്മുടെ സ്തോത്രം ജോസ് പാസ്റ്ററുടെ കയ്യിലല്ല. ആ സമയം കൊടുത്തിരിക്കുന്നത് വേങ്ങൂർ ജോസ് പാസ്റ്ററുടെ കയ്യിലല്ല. ഈ വേദിയിലിരിക്കുന്ന ആരുടെയും കയ്യിലല്ല. പ്രസംഗിക്കാൻ വന്ന എൻ്റെ കയ്യിലുമല്ല. ആ സമയം ഇരിക്കുന്നത് ഒരു പ്രവാചകന്റെ കയ്യിലല്ല. ആ സമയം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. അത് എത്രയാണെന്ന് എന്നോട് ചോദിക്കരുത്. ഒരാഴ്ചയാണോ എനിക്കറിയത്തില്ല, ഒരു മാസമാണോ എനിക്കറിയത്തില്ല, ഒരു വർഷമാണോ എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം മാനസാന്തരത്തിന് സമയം കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ, ചെറുവക്കൽ കൺവെൻഷന്റെ 1-ാമത്തെ രാത്രി ദൈവം എനിക്ക് തന്ന നിയോഗത്തിനകത്ത് ചിലരെ നോക്കി ആത്മഭാരത്തോടെ ഞാൻ പറയുക, അച്ഛാ, ഒരു മടങ്ങിവരവിനുള്ള കൊതിയോട് ദൈവം നിനക്ക് ആയുസ്സും കാലവും നീട്ടി തന്നത് നിന്നെ മടക്കിയെടുക്കാൻ വേണ്ടിയാ കേട്ടോ. വീണ്ടും വചനം പറയുക, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് പലവട്ടം മനസ്സായിരുന്നു. നിന്നെ വന്ന് ചേർത്ത് പിടിക്കാൻ, നിന്നെ വന്ന് മടക്കിയെടുക്കാൻ കൊതിയോടെ എത്ര പ്രാവശ്യം എന്റെ ദൈവം വന്ന് നിന്റെ അടുക്കൽ നിന്നെന്നറിയാമോ? പക്ഷെ നിനക്കോ മനസ്സായില്ല. ചിലരൊക്കെ പറയുന്നത് പോലെ ആജീവനാന്തകാലം നിന്നെ മടക്കിയെടുക്കത്തക്ക വിധത്തിൽ ദൈവം നിന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമെന്ന് കരുതരുത്. അതിനൊരു സമയമുണ്ട്. ജീസസ്, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? നിങ്ങളത് എന്തിലാ കാണുന്നത്? രോഗസൗഖ്യത്തിൽ മാത്രമാണോ? ഞാൻ രോഗസൗഖ്യം തരും, ആര് തടുക്കും? അങ്ങനെയാണോ? അത് മാത്രമാണ് ഇതിന്റെ മീനിങ്. ഞാൻ നിനക്ക് വീസ തരും, ആര് തടുക്കും? അത് മാത്രമാണ് ഇതിന്റെ മീനിങ്. ഞാൻ നിനക്ക് വീട് തരും, ആര് തടുക്കും? അത് മാത്രമാണ് ഇതിന്റെ മീനിങ്. അല്ല, ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ദൈവപ്രവർത്തിക്ക് ഏതൊക്കെ രീതികളുണ്ടോ അതെല്ലാം ഞാൻ പ്രവർത്തിക്കും. ആര് തടുക്കും?
ഈ രാത്രി കരയണമെങ്കിൽ കരയണം, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കണം. ഈ രാത്രി ദൈവത്തോട് പറ, എന്റെ അകത്തേക്ക് ഈ പരിജ്ഞാനമെന്ന് നിക്ഷേപിക്ക, എന്റെ അകത്തേക്ക് ഈ പരിജ്ഞാനമെന്ന് താ. എന്റെ ദൈവമേ, ആരും തടുക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, എനിക്ക് പരിജ്ഞാനം വേണം. നമുക്ക് പറയാൻ വേറെ ആരുമില്ല ചാ. നമ്മൾ ആരെ പറയാനാ? നമുക്കാകെ പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, ദൈവത്തിങ്കലേക്ക് നോക്കണം. യോഹന്നാന്റെ ശുശ്രൂഷ എന്താണെന്നറിയാമോ? അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിക്കാം, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് തിരിക്കാം, വഴങ്ങാത്തവരെ ദൈവത്തിങ്കലേക്ക് തിരിക്കാം. ഈ രാത്രി വൈരാജാവൈ ഒന്ന് വെച്ചാൽ രണ്ട്, അതല്ല ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര വിഷയം. വഴങ്ങാത്ത ചിലതിന് ഇന്ന് രാത്രി മടക്കി ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരാം. പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്, പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി ഉള്ളം മുഴുവൻ തുറന്ന് ദൈവത്തോടൊന്ന് പറ, വഴങ്ങാത്ത മനോഭാവം പലപ്പോഴും ഉണ്ടായപ്പോ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക് തിരിക്കുക, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരികയാ. ഈ രാത്രി നമ്മുടെ ഇടയിൽ വ്യാപരിക്കേണ്ടത് ഒരു യോഹന്നാന്റെ ടൈപ്പ് ശുശ്രൂഷയാ. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും കൊണ്ട്, തോൽവാറും ധരിച്ച്, വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് പരുക്കൻ ഭാഷയിൽ സംസാരിക്കുന്ന പ്രഭാഷകരെയാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. കേൾവിക്കാരനെ സന്തോഷിപ്പിക്കുന്ന പ്രഭാഷകരെ അല്ല നമുക്ക് ആവശ്യം. ഇന്നത്തെ പ്രസംഗം കേട്ട ചിരിച്ച് 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 നമ്മളിപ്പോ പ്രസംഗം കേൾക്കാൻ പോകുന്ന എന്തിനാണെന്നറിയാവോ? ചിരിക്കാനാ. ഈ രാത്രി പ്രസംഗം കേട്ടിട്ട് ചിരിക്കുകയല്ല വേണ്ടുന്നത്, ഈ രാത്രി പ്രസംഗം കേട്ടിട്ട് കരയാ വേണ്ടുന്നത്. നമുക്ക് പരുക്കൻ ശബ്ദത്തിൽ വചനം പറയുന്ന അഭിഷക്തന്മാരെ ആവശ്യമുണ്ട്. മുഖം നോക്കാതെ പ്രസംഗിക്കുന്ന അഭിഷക്തന്മാരെ ആവശ്യമുണ്ട്. മടങ്ങി വരാൻ ഒരു കൂട്ടരെ ദൈവം കരുതുന്നുണ്ടെങ്കിൽ അവർ മടങ്ങി വരും. റിബലാകാൻ ഒരു കൂട്ടരുണ്ടെങ്കിൽ അവരെ ദൈവം അതിനെ ഏൽപ്പിച്ചേക്കുക. എനിക്കറിയാം ഇതിനകത്തൊരു ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്, ഇതിനകത്തൊരു ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ചിലരുടെ ഹൃദയം ഉരുകുന്നത് പോലെ ഈ രാത്രി ദൈവവചനത്തിന് മുമ്പിൽ ഉരുകുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ദൈവത്തോട് പറ, അപ്പാ ഞാൻ മടങ്ങി വരുന്നു. ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ശൗല് അഭിഷേകം തലേ വീണു, വീരശൂര പരാക്രമിയൊക്കെയായി, വലിയ പുള്ളിയൊക്കെയായി. പക്ഷെ ഒരു കുരുത്തക്കേട് കാണിച്ചു. ഹല്ലേലൂയ. പ്രവാചകന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു ഏറ്റു പറയാൻ കീറിപ്പോയി. ദൈവം പറഞ്ഞു, നിന്റെ രാജ്യത്തെ ഇതുപോലെ കീറിപ്പോയി എന്ന് പറഞ്ഞു. ജീസസ്. ഞങ്ങൾ വേറെ എന്താ പറയേണ്ടത്? ഞങ്ങൾ വേറെ എന്താ പറയേണ്ടത്? ഇന്ന് രാത്രി ചെറുവക്കൽ കൺവെൻഷന് വേറെ ഏത് ദൂതാ പറയേണ്ടത്? ജീസസ്. ദൈവം നിന്നെ ആഗ്രഹിക്കുമെന്ന് മടങ്ങി വരാൻ. ജീസസ്. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നീ മടങ്ങി വരാൻ മനസ്സില്ലാതിരുന്നാൽ, നീ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ചിലപ്പോൾ അവിടെ കാണത്തില്ല. നീ കയറി പ്രവാചകന്റെ ഉടുപ്പയിലൊക്കെ പിടിക്കും കേട്ടോ. പ്രവാചകന്റെ മുണ്ടും ഉടുപ്പും ഒക്കെ കീറുന്നതല്ലാതെ നിനക്കൊരു മടങ്ങിവരം ഉണ്ടാകുകയല്ല. അതിനെപ്പോലും പ്രവാചകൻ ദൂതാക്കും. നിന്റെ രാജ്യത്തെ കീറിപ്പോയി. എനിക്കറിയത്തില്ല. ആമേൻ. ചില കുടുംബങ്ങൾക്കൊക്കെ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് ഒരു കാര്യം കൂടെ പറയണം. സ്തോത്രം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. യോശുവയുടെ കാലത്തുള്ള പിതാക്കന്മാരും മരിച്ച ശേഷം ജീസസ്, ദൈവം ഇസ്രയേലിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെ അറിയാത്ത വേറൊരു തലമുറ. അവർക്ക് ദൈവത്തെയൊക്കെ അറിയാം, പക്ഷെ അപ്പച്ചൻ അറിയാവുന്നതുപോലെ ദൈവത്തെ അറിയത്തില്ല. സാറേ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച
കുന്നംകുളം IPC സെൻട്രൽ കൺവെൻഷന് പ്രസംഗിക്കരുത് കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ അപ്പച്ചൻ ഈ വർഷമാണല്ലോ മരിച്ചത്. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറയാ, അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നേലും മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായത്. യോഗത്തിന് പാസ്റ്റർ താമസിച്ച് വന്നാൽ അപ്പച്ചൻ ഫോൺ ചെയ്യും, മേലാൽ ആവർത്തിച്ചേക്കരുത്, ആവർത്തിച്ചേക്കുകയാണെങ്കിൽ കെട്ടിക്കോണം. അങ്ങനെയുള്ള അപ്പന്മാർ നമ്മുടെ പിന്നിലുണ്ടായിരുന്നു. ജീസസ്. അതുകൊണ്ട് നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. യോശുവയ്ക്കും യോശുവയുടെ കാലത്തുള്ള അപ്പച്ചന്മാർക്കും ദൈവത്തെ അറിയാവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അവർ മരിച്ചപ്പോൾ വേറൊരു തലമുറ വന്നു. അവർ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ എന്നാ കുഴപ്പം, ഇതൊക്കെ ന്യായപ്രമാണ്, അപ്പച്ചന്മാരുടെ കെട്ട, അങ്ങനെ ചെയ്താൽ എന്നാ കുഴപ്പം, നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എന്നാ കുഴപ്പം, ദൈവം അങ്ങനൊന്നും അല്ല. സ്തോത്രം. ദൈവം ഇങ്ങനൊന്നും അല്ല. പക്ഷെ കുഞ്ഞെ, ഇന്ന് ബൈബിൾ എഴുതാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉദാഹരണം പറയാം, യോശുവയുടെ കാലത്തെക്കുറിച്ച് എഴുതിയതുപോലെ തന്നെ എഴുതി വെച്ചേനെ. അപ്പച്ചന്മാർക്കൊക്കെ ദൈവത്തെ അറിയായിരുന്നു. ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ വന്നു. പിന്നെ നമുക്ക് യാഹൂവേ എന്ന നാമത്തെ അറിയാം, അതിൻ്റെ ഹീബ്രു വേർഷൻ, അത് ഗ്രീക്കിലേക്ക് വന്നാൽ എങ്ങനെയാണ്, അതിൻ്റെ LXS വേർഷൻ എന്താണ്, ഇതൊക്കെ നമുക്കറിയാം. പിന്നെ പക്ഷെ നമുക്ക് ദൈവത്തെ അറിയത്തില്ല. നമുക്ക് ഹീബ്രു അറിയാം, നമുക്ക് ഗ്രീക്കും അറിയാം, നമുക്കതിൻ്റെ അരാമ്യ ഫോമും അറിയാം, പക്ഷെ ദൈവത്തെ അറിയത്തില്ല. ജീസസ്. അനുദപിച്ചാൽ പോലും മടങ്ങി വരാൻ പറ്റാത്ത സമയങ്ങൾ വരുമെന്നറിഞ്ഞോണം. മോശയ്ക്ക് കാര്യം തിരിച്ചറിഞ്ഞപ്പോഴേക്ക് ശപം ഒന്ന് വീട്ടിൽ വന്നു. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണേ. ജീസസ്. ഞങ്ങളുടെ നാളുകൾ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. സ്തോത്രം. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്ക് ചേട്ടന്റെ ശവം വീട്ടിൽ വന്നു. അന്നാ മനസ്സിലായത് ദൈവത്തിന് നീരസം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ശവമൊന്നും വീട്ടിൽ വന്നിട്ടല്ല ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്. മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനൊരാമേൻ പറഞ്ഞാട്ടെ. അമ്മമ്മ ശവം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടല്ല കുറച്ചുകൂടെ ഒക്കെ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു എന്ന് പറയേണ്ടത്. അച്ചായോ, കാര്യത്തെ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രി അതിനു മുൻപേ ദൈവം മുൻപിൽ സറണ്ടർ ആയിക്കൊള്ളണം. ഈ രാത്രി ദൈവത്തോട് പറ, അപ്പാ, ദുരന്തങ്ങൾ എത്തുന്നതിന് മുൻപേ ഞാൻ നിന്റെ മുൻപിൽ വീഴുന്നു. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസന വാസികളും വീഴുന്നു. അരുളിയ രക്ഷയിൽ മഹിമയ്ക്കായി കിരീടം സറണ്ടറാകാം. ഈ രാത്രി ദൈവം മുമ്പാകെ അവിടുത്തെ പരിജ്ഞാനം നിമിത്തം സറണ്ടറാകാൻ. അബ്രഹാമിനൊക്കെ ദൈവത്തെ അറിയായിരുന്നു. പിന്നെ അതൊക്കെ ഭയങ്കര അറിവായിരുന്നു. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. തൻ്റെ ശരീരം നിർജീവമാണ്, സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചു, എങ്കിലും ക്ഷീണിച്ചില്ല. എന്നെ അബ്രഹാമെ ക്ഷീണിക്കാഞ്ഞ്? അബ്രഹാം പറയുക, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവരെ ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കേവലം ഭയം മാത്രമല്ല,
എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ. ഈ രാത്രി വിശ്വസിക്കേ, ഈ രാത്രി വിശ്വസിക്കേ. ഡോക്ടർ മരണം വിധി എഴുതിയ ചിലതിനെ ജീവിപ്പിക്കുന്ന ദൈവം ഈ രാത്രി നിനക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കാമെങ്കിൽ ആമേ, വളർന്നു നിൽക്കുന്ന ചില ട്യൂമറുകളെ ഇന്ന് രാത്രി ദൈവം കരിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ RCC തള്ളി ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ രാത്രി നിന്നെ വിടിവിക്കാൻ ഒരു ദൈവം ഉണ്ടെന്ന് നിന്റെ ഹൃദയത്തിനകത്തേക്ക് വീഴട്ടെ. ഇതൊക്കെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. ഈ ഞാൻ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഹന്നായിക്കൊക്കെ ദൈവത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഹന്ന പറഞ്ഞത് ഡംബിച്ച് ഇനി സംസാരിക്കരുത്. ചിലർക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ല. അഹങ്കരിച്ച് ഇനി സംസാരിക്കരുത്. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പറഞ്ഞ അഹങ്കരിച്ച് ഇനി ചിലരൊക്കെ സംസാരിക്കുന്നത് അഹങ്കരിച്ച് അങ്ങനെ ഇനി സംസാരിക്കരുത്. എല്ലാം വായിച്ചു വരുന്നൊന്നുമില്ല. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്ന ക്ഷയിച്ചു പോകും. നിന്റെ അഹങ്കാരം നിനക്ക് പുത്രസമ്പത്തുണ്ടെന്നുള്ളതല്ലേ? സ്തോത്രം. ഒരു ദൈവം ഉള്ളതുകൊണ്ട് പുത്രസമ്പത്തുള്ളവൻ ക്ഷയിക്കും, മച്ചി 7 പ്രസവിക്കും. ഇതുവരെ കളിയാക്കിയത് മച്ചി എന്നും പറഞ്ഞ ഹന്ന പറയുക മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്ന ക്ഷയിച്ചു പോകുന്നു. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ഓ, സമ്പന്നന്മാരോടുകൂടെ ജനത്തിലെ ധനവാന്മാരോടുകൂടെ ഇരുത്തുകയാണ്. സ്തോത്രം. ദൈവം ഒരുത്തനെ ഉയർത്തുകയും ദൈവം ഒരുത്തനെ അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇന്ന് രാത്രി എന്തിനാ അഹങ്കരിക്കുന്നത്? ഏത് കാര്യത്തിലാണ് അഹങ്കരിക്കുന്നത്? ഒരു ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് ഓർത്താണ്. അതുകൊണ്ട് അഹങ്കരിച്ച് നീ സംസാരിക്കരുത്. ഈ ദൈവം ചിലരെ ഉയർത്തും, ഈ ദൈവം ചിലരെ താഴ്ത്തും. ഇന്ന് രാത്രി നമ്മുടെ സാധ്യത ദൈവത്തിലാ ഈ രാത്രി. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പകർച്ച ഇതിനകത്തേക്ക് ഇറങ്ങി വരട്ടെ. ഇതാ മോശ പറഞ്ഞത്, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. മോശേ, അങ്ങക്ക് ദൈവത്തെ അറിയത്തില്ലേ? അറിയാം. മുൾപ്പടർപ്പിനകത്ത് അഗ്നിയിൽ ഇറങ്ങി സംസാരിക്കുന്ന ദൈവത്തെ അറിയാം. ഉണക്കവടിയെ പാമ്പാക്കുന്ന ദൈവത്തെ അറിയാം. 10 ബാധകളെ പുറപ്പെടുവിക്കുന്ന ദൈവത്തെ എനിക്കറിയാം. ചെങ്കടലിന്റെ അകത്ത് വഴിയൊരുക്കുന്ന ദൈവത്തെ എനിക്കറിയാം. മന്ന പൊഴിച്ചു തരുന്ന ദൈവത്തെ എനിക്കറിയാം. കാടയെ പറത്തിക്കൊണ്ടുവരുന്ന ദൈവത്തെ എനിക്കറിയാം. ഇതെല്ലാം പോരാഞ്ഞിട്ട് പർവ്വതത്തിന്റെ പുറത്ത് പാദം ചവിട്ടി ഇറങ്ങുന്ന ദൈവത്തെ എനിക്കറിയാം. ആമേൻ. കൂരിരുട്ടും മേഘതമസും വാക്കുകളുടെ ശബ്ദവും കൊടുമുഴക്കവുമായി വെളിപ്പെടുന്ന ദൈവത്തെയും എനിക്കറിയാം. പക്ഷെ മോശ പറയുക, ആ അറിവിൻ്റെ അപ്പുറത്ത് എനിക്ക് വീണ്ടും ദൈവമേ അങ്ങേ അറിയണം. അവിടെ ദൈവം പറഞ്ഞ, ഞാൻ എൻ്റെ മഹത്വം നിന്നെ കാണിക്കാം. ഈ രാത്രി ദൈവത്തെ അറിയാൻ ഇതുവരെ അറിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ നിനക്ക് ദൈവത്തെ അറിയാനുള്ള കൊതിയുണ്ടെങ്കിൽ ഈ രാത്രി ആ പരിജ്ഞാനത്തിൻ്റെ അകത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നിന്നെ ആ പരിജ്ഞാനം കൊണ്ട് നിറച്ച് ആളും മാറിയതുപോലെ ഈ രാത്രി നിന്നെ ഇവിടുന്ന് അയക്കാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഭൂമി സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതുപോലെ ഭൂമി പരിജ്ഞാനം കൊണ്ട് നിറയുന്ന വിധത്തിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ പകർച്ച ഈ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? അപ്പാ, എനിക്ക് പരിജ്ഞാനം വേണം. എനിക്ക് പരിജ്ഞാനം വേണം. എനിക്ക് ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയണം. വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ദൈവ സാന്നിധ്യം വേണം. ഇതുവരെ ഞാൻ അറിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ആഴമായി, ഇതുവരെ ഞാൻ അറിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ വ്യാപ്തിയോടെ, ഇതുവരെ ഞാൻ അറിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമായി എൻ്റെ ദൈവമേ എനിക്ക് അങ്ങേ അറിയണം. വായി തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകൾ ഒരുമിച്ച്
ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്, ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്, ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. ഇന്ന് രാത്രി ഈ പന്തലിൽ വേറെ ഒരു ശബ്ദവും വേണ്ട. ഈ രാത്രി ദൈവത്തോട് പറ, എനിക്ക് അങ്ങേ അറിയണം. ഈ രാത്രി ഏത് പ്രാർത്ഥനയാണോ നീ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന നീ വായി തുറന്ന് ഉച്ചരിക്കാത്തിടത്തോളം ആ പകർച്ച നിന്റെ മേൽ ഇറങ്ങി വരത്തില്ല. ഇന്ന് രാത്രി വാ തുറന്ന് പറ, എനിക്ക് അങ്ങയൊന്ന് അറിയണം. വാ തുറക്ക്, വാ തുറക്ക്. എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി, എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ദൈവത്തോട് പറ, എനിക്ക് അങ്ങേ അറിയണം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമ്മുടെ ബുദ്ധി വൈഭവത്തിനകത്ത് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ആമേൻ. നമുക്ക് ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തണം. ഈ രാത്രി ദൈവത്തോട് പറ, അപ്പാ എനിക്ക് ആ വെളിപ്പാട് വേണം. വാ തുറക്ക്, എനിക്ക് ആ വെളിപ്പാട് വേണം, എനിക്ക് ആ വെളിപ്പാട് വേണം. വായി തുറന്ന് ആ കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് പറഞ്ഞാട്ടെ, എനിക്ക് ആ വെളിപ്പാട് വേണം. എല്ലാവരും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകലരും ആമേൻ കണ്ണുനീരോടെ പറഞ്ഞാട്ടെ, ദൈവമേ എനിക്ക് ആ വെളിപ്പാട് വേണമേ, ദൈവമേ എനിക്ക് ആ വെളിപ്പാട് വേണമേ. വായി തുറക്ക്, വായി തുറക്ക്. അവിടുത്തെ പരിജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പ്രതികരിക്ക്, പ്രതികരിക്ക്. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തോട് പറ, പരിജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്ക്, ആ പരിജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്ക്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകലരും, സകലരും, സകലരും. ഒരുപക്ഷേ ആമേൻ പാസ്റ്റർ താങ്കൾക്ക് PhD കാണുമായിരിക്കും, ഒരുപക്ഷേ ആമേൻ MTH കാണുമായിരിക്കും, ഒരുപക്ഷെ നിനക്ക് BTH കാണുമായിരിക്കും. അതൊന്നുമല്ല വിഷയം. ദൈവത്തിന്റെ പരിജ്ഞാനം അതിനും മീതെയാണ്. ദൈവത്തോട് പറ, എന്നെ നിറയ്ക്ക്. ജീസസ്. വാ തുറന്ന് പറ, വാ തുറന്ന് പറ, വാ തുറന്ന് പറ. ചിലർക്ക് വ്യക്തിപരമായി ദൈവത്തെ അറിയാൻ കഴിയുന്നത് പോലെ, വ്യക്തിപരമായി ചിലരുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ആളത്വത്തിൽ ഇറങ്ങി വരുന്നത് പോലെ, വ്യക്തിപരമായി ചിലരുടെ ആമേൻ ആരാധനകളിൽ ദൈവം ഇറങ്ങി വരുന്നത് പോലെ, കേവലം ഒരു ദർശനം പോലെയൊന്നുമല്ല, അവിടുത്തെ ആളത്വത്തിൽ, മുഴയാളത്വത്തിൽ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ ആമേൻ എന്ന് വിളിക്കുന്നത് പോലെ, ആമേൻ എന്റെ സ്നേഹിതനെ അബ്രഹാം എന്ന് വിളിക്കുന്നത് പോലെ, ചിലരെ പേർ ചൊല്ലി വിളിക്കാൻ ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചതുപോലെ, അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചതുപോലെ, മോശേ, മോശേ എന്ന് വിളിച്ചതുപോലെ പേർ ചൊല്ലി വിളിക്കാൻ രാധന, രഗദന, രഗദന, അർത്ഥമനഘടകദന, റാന്തൽ ജനാദന. ഈ രാത്രി ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവത്തിന് വേണ്ടി കൊതിക്കുന്നവന്റെ മുന്നിൽ ദൈവം വെളിപ്പെടാതിരിക്കുകയല്ല. ദൈവത്തോട് പറ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്റെ മുൻപിൽ അങ്ങൊന്ന് വെളിപ്പെട്ട് വരണേ. വായി തുറക്ക്. എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദത്തിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക്. ഈ യോഗത്തിന്റെ ഒന്നാമത്തെ രാത്രി, ഇവിടെ അവസാനത്തെ മിനിറ്റിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. Oh Jesus, Jesus, hallelujah. വായി തുറക്ക്, വായി തുറക്ക്, വായി തുറക്ക്, വായി തുറക്ക്. ആ കരങ്ങൾ അടിക്കണമോ? ചില മിനിറ്റുകൾ ആ കരങ്ങൾ അടിച്ച് അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചാണ്. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചാണ്. ഈ രാത്രി ആ ദൈവത്തിന്റെ പരിജ്ഞാനം ചില ദർശനങ്ങളായി, ചില വെളിപ്പാടുകളായി, ചില കാഴ്ചപ്പാടുകളായി, ചില സ്പർശനങ്ങളായി ഈ രാത്രി ചിലരുടെ മേൽ ഇറങ്ങി വരട്ടെ, ചിലരുടെ മേൽ ഇറങ്ങി വരട്ടെ. പ്രതികരിക്ക്, പ്രതികരിക്ക്, പ്രതികരിക്ക്. ഇതൊരു ദൈവിക സ്പർശനത്തിന്റെ രാത്രി. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിടുവാൻ സാധ്യമോ? 10,000 ചൊല്ലിടുവാൻ സാധ്യമോ? ഓ എന്റെ അതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ എന്റെ അതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ ഭാഗ്യവാൻ രക്ഷക, സ്തുതി നീരക്കെന്നും ചേറ്റിൽ നിന്നെ വീണ്ടെടുത്ത്. ഓ ഭാഗ്യവാൻ രക്ഷക, സ്തുതി നീരക്കെന്നും ചേറ്റിൽ നിന്നെ വീണ്ടെടുത്ത്. ഓ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഓ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും.
ഈ പ്രഥമ രാത്രിയിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ദൈവം നമ്മുടെ മധ്യത്തിൽ അയച്ചതുകൊണ്ട് ദൈവജനം ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാം. വായുകളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മഹാദൈവം മഹാതേജസ്സുള്ളവനായി തേജസ് വാരി ചുറ്റിയവനായി ഈ രാത്രി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നല്ലോ. ദൈവജനം ഒന്നുകൂടെ ദൈവത്തെ ആരാധിച്ചാട്ട്, നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രദേശ പ്രയാണത്തിൽ സിയോനിലേക്കുള്ള യാത്രയിൽ ഒരു പ്രാവശ്യം കൂടെ ചെറുവക്കൽ കൺവെൻഷനുള്ള ബന്ധത്തിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ
അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ വന്ദിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപിൽ നൽകി തന്ന്, പിൻപിൽ സാന്നിധ്യം നൽകി തന്ന്, ഇതേ നിത്യ സ്നേഹത്തിന്റെ കൊടി പിടിച്ച് ശാശ്വത ഭുജങ്ങൾ ഞങ്ങളെ വഹിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളുടെ സാന്നിധ്യത്തിന്റെ മറവിൽ എളിയവർക്കായി പാരടിയാക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നതിന്റെ വചനത്തിന്റെ ശക്തി ഈ രാത്രി ഞങ്ങളുടെ വലിയ ദാസിൽ കൂടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നൽകിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് നിന്റെ വചനത്തിൽ വായിക്കുന്നല്ലോ. ഉള്ളതുപോലെ അങ്ങ് അറിയുവാൻ ഈ രാത്രി ഞങ്ങളെ സഹായിക്കണമേ, തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്നതിന്റെ വരവിന് താമസമെങ്കിൽ തുടർന്ന് നടക്കുന്നതായ ഹല്ലേലൂയ യോഗങ്ങളില് ഇസ്രായേലിന്റെ മധ്യത്തിൽ കൂടെ തീപ്പന്തം പോലെ നീ കടന്നുപോയതുപോലെ ഞങ്ങളുടെ മധ്യത്തിൽ അടുത്ത ദിവസങ്ങളില് തീപ്പന്തം പോലെ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നുപോയി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയ ദാസൻ ഹല്ലേലൂയ ഡോക്ടർ ജോൺസൺ ഡാനിയലിന്റെ കുടുംബത്തിനായി സ്തോത്രം. നിന്നെ ഹല്ലേലൂയ നാമത്തിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ച് ഹല്ലേലൂയ അനേകം ആത്മാക്കളുടെ വിടുതലിന് കാരണമാക്കി തീർക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പേരെയെ സ്നേഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ എടുക്കപ്പെട്ടതായ ധനശേഖരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദേവിയുടെ ധനത്തെ അനുഗ്രഹിച്ചതായി പ്രിയ കർത്താവേ, ഇതിനെ കൈനീട്ടതായ എല്ലാ അതിന്റെ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ നിറവോടെ ഞങ്ങളെ അയക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിന്റെ മഹാസാന്നിധ്യം അനുഭവിച്ച് ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയവുണ്ടായി കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ കൂട്ടായ്മയും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടുകൂടെയും ശേഷാൽ ഭൂലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നു മുതലേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണമേ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. 26ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ആത്മീയ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലിനും സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീർന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റ് ഒരു നാമവുമില്ല. പ്രിയ ശ്രോതാവേ, നിങ്ങൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയതയിൽ നയിപ്പാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളും ശക്തമായ ആത്മീയ ആരാധന അടങ്ങുന്നതായ DVD ലഭിപ്പാൻ ദയവായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ മിസ്റ്റർ സാംസി ഡാനിയൽ, ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 713-277-8647. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും